എല്ലാ ക്ഷേത്രങ്ങളിലും വർഷത്തിൽ ഒരിക്കലെങ്കിലും നടത്തേണ്ട ചടങ്ങാണ് ദ്രവ്യകലശം. കലശമാടുന്ന ദിനങ്ങളും സമയവും ക്ഷേത്ര ദർശനത്തിന് ഏറ്റവും ഉത്തമമായ സമയമാണ്. ഇനി ഇന്നത്തെ ദീപാരാധന കാഴ്ചയിലേക്ക് പോകാം. നാരായണ 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 നാരായണ. ഇത് ആറന്മുള പാർത്ഥസാരഥി ക്ഷേത്രം. പാർത്ഥസാരഥിയായ ശ്രീകൃഷ്ണസ്വാമിയെ പ്രതിഷ്ഠിച്ചത് മധ്യമ പാണ്ഡവനായ അർജുനനാണ് എന്നാണ് ഐതിഹ്യം. മഹാവിഷ്ണു സത്രം, ശ്രീ മഹാവിഷ്ണു സത്രം. ശ്രീകൃഷ്ണ ഭഗവാന്റെ ചൈതന്യവും മാഹാത്മ്യവും അത്ഭുതകരമാവണ്ണം ഇവിടെ സർവദാ വിളങ്ങിക്കൊണ്ടിരിക്കുന്നു. മഹാവിഷ്ണു സത്രം, തിരുവാറന്മുള മതിലകമൂളം പുകൽ പെറ്റുള്ളൊരു സന്നിധിയിൽ. മഹാവിഷ്ണു സത്രം, തിരുവാറന്മുള മതിലകമൂളം പുകൽ പെറ്റുള്ളൊരു സന്നിധിയിൽ. മഹാവിഷ്ണു സത്രം. പത്തനംതിട്ട ജില്ലയിലാണ് ആറന്മുള ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്. ചെങ്ങന്നൂർ റെയിൽവേ സ്റ്റേഷനിൽ നിന്നും ഏകദേശം 8 കിലോമീറ്റർ ചുറ്റളവിലാണ് ക്ഷേത്രം. ക്ഷേത്രം ആറന്മുള പഞ്ചായത്തിലും ക്ഷേത്രമുറ്റം മല്ലപ്പുഴശ്ശേരി പഞ്ചായത്തിലുമാണ്. തറനിരപ്പിൽ നിന്നും സമുന്നതമായ സ്ഥാനത്താണ് അമ്പലം. 18 കരിങ്കൽ പടവുകൾ കയറണം കിഴക്കേ ഗോപുരപ്പടിയിൽ എത്തുവാൻ. 4 ഗോപുരങ്ങളിൽ കിഴക്കേ നട ഗോപുരത്തിനാണ് ഗംഭീരവും കലാസുഭകവും. മാർത്താണ്ഡവർമ്മ മഹാരാജാവ് പണിയിച്ചതാണ് വാമനന്റെ വട്ടമേറും മോതിരം പോലുള്ള മതിൽക്കെട്ട്. തൃക്കൊടിത്താനം അമരും ഭഗവാനേ, തൃച്ചിറ്റാറ്റും തൃപ്പുലിയോരും. ആറന്മുള ക്ഷേത്രം പണ്ട് ഊരാളന്മാരുടെ വകയായിരുന്നു. അക്കാലത്ത് ദേവസ്വം വകയായി പല സ്ഥലങ്ങളിൽ മഠങ്ങളും നെൽപ്പുരകളും ഉണ്ടായിരുന്നു. ചിങ്ങമാസത്തിൽ ഓണത്തിനു മുൻപ് വരുന്ന പൂരാടത്ത് നാൾ ആ നെൽപ്പുരകളിലെല്ലാം അഗതികൾക്ക് നെല്ല് കൊടുക്കുക പതിവായിരുന്നു. ആ ദിവസം നെല്ലു വാങ്ങുന്നതിനായി അനേകം അഗതികൾ നെൽപ്പുരകളിൽ എത്താറുണ്ട്. ഓണനാൾ ആരും ആ ദേശത്ത് പട്ടിണിയാകരുത് എന്നതാണ് ദേവന്റെ ഹിതം. ഒരിക്കൽ ഓണത്തിന് നെല്ലു കൊടുത്തപ്പോൾ നെല്ലു വാങ്ങുന്നതിനായി നാരങ്ങാനം എന്ന സ്ഥലത്തുള്ള നെൽപ്പുരയിൽ ചെന്ന ഒരു ചണ്ടാലിക്ക് നെല്ലളവുകാർ നെല്ലു കൊടുത്തില്ല. വയോവൃദ്ധയും അഗതിയും രോഗിണിയുമായ ചണ്ടാലി ദുഃഖിതയായി നെല്ല് തരുമെന്ന വിശ്വാസത്താൽ കാത്തുനിന്നു. സന്ധ്യയായപ്പോൾ അതികലശമായി മഴ പെയ്തു തുടങ്ങി. മഴയായതിനാൽ വൃദ്ധ തിരിച്ചുപോകാൻ കഴിയാതെ പുലരുന്നതുവരെ അവിടെ തന്നെ കാത്തുനിൽക്കാൻ തീരുമാനിച്ചു. വിശപ്പും അന്തരീക്ഷത്തിലെ കഠിനമായ തണുപ്പും മൂലം ചണ്ടാലി അവിടെ കിടന്നു മരിച്ചു. തുടർന്ന് ഊരാളന്മാർക്കും കാരാളന്മാർക്കുമെതിരെ കഠിനമായ ദേവകോപം ഉണ്ടായി. ഇതിന്റെ കാരണമറിയാത്ത അവർ ദേവപ്രശ്നം വച്ചുനോക്കി. ചണ്ടാലിക്ക് നെല്ലു നൽകാത്തതിലുണ്ടായ ദേവകോപം വിഘ്നങ്ങൾക്ക് കാരണമാകും എന്നവർ കണ്ടെത്തി. ഈ ദോഷശാന്തിക്കായി ഊരാളന്മാരുടെയും കാരാളന്മാരുടെയും ഗൃഹത്തിൽ നിന്ന് ഓരോരുത്തർ എന്നും ആണ്ടുതോറും ചിങ്ങമാസത്തിൽ തിരുവോണ ദിവസം ഉപവാസമായി ക്ഷേത്രത്തിൽ താമസിക്കാനും തീരുമാനിച്ചു. ഈ വിധിപ്രകാരം ഇപ്പോഴും ക്ഷേത്രത്തിൽ ചടങ്ങ് നടന്നുവരുന്നു. ആറന്മുള ക്ഷേത്രം പമ്പാ നദിയുടെ തീരത്താണ് സ്ഥിതി ചെയ്യുന്നത്. ആറന്മുള ക്ഷേത്രത്തിന്റെ ഐതിഹ്യം ഇങ്ങനെയാണ്. ശ്രാവണമാസത്തിൽ പമ്പാ നദിയുടെ തെക്കേ തീരത്ത് ഒരു ബാലബ്രഹ്മചാരി ആരെയോ കാത്തെന്ന പോലെ നിൽപ്പുണ്ടായിരുന്നു. അപ്പോൾ ചില ചാക്കന്മാർ മുള കൊണ്ടുള്ള ചങ്ങാടത്തിൽ താഴോട്ടു പോകുന്നത് അദ്ദേഹം കണ്ടു. അവർ അദ്ദേഹത്തോട് ചോദിച്ചു, തിരുമേനി, എങ്ങോട്ട് പോകാനാണ് നിൽക്കുന്നത്? നദിയുടെ കുറെ താഴോട്ട് പോയാൽ കൊള്ളാമെന്നുണ്ട്. അതിന് പ്രയാസമൊന്നുമില്ല എന്ന് പറഞ്ഞുകൊണ്ട് 6 മഞ്ഞമുളകൾ കൊണ്ട് അവരൊരു ചങ്ങാടമുണ്ടാക്കി ദിവ്യരൂപിയായ ആ ബ്രാഹ്മണകുമാരന് നൽകി. ഇതിൽ കയറി അങ്ങേക്ക് താഴോട്ട് പോകാം, ഒഴുക്കുണ്ട്
തുഴയേണ്ട ആവശ്യമില്ല. പോരെങ്കിൽ അടിയങ്ങൾ പിറകെയുമുണ്ട്. ഒഴുക്കുവാക്കിന് നിരപായം ആ ചങ്ങാടം പടിഞ്ഞാട്ട് നീങ്ങി ബ്രഹ്മചാരിയുമായി. ആകാശവും ഭൂമിയും അർക്കൻ അന്തിക്കതിർ പൊന്നിൽ അലങ്കരിച്ച നേരത്ത് ചങ്ങാടം നദിയുടെ തെക്കേ കരയിൽ ഒരു സ്ഥലത്ത് തനിയെ കര ചേർന്നടന്നു. ചാക്കന്മാർ ബാലയോഗിയെ താണു തൊഴുത് യാത്ര പറഞ്ഞ് അവരുടെ വഴിക്ക് പോയി. ചങ്ങാടം കരക്കെടുത്ത സ്ഥലത്തിന് പിൽക്കാലത്ത് ഇടയാറന്മുള എന്ന പേരുണ്ടായി. കൃഷ്ണവർണ്ണനായ ബ്രാഹ്മണ ബാലൻ ചങ്ങാടത്തിൽ നിന്നും കരയ്ക്കിറങ്ങി സന്ധ്യാവന്ദനം നടത്തി ജപിച്ചുകൊണ്ടിരുന്നപ്പോൾ ആ ദിക്കിലുള്ള ചിലർ അദ്ദേഹത്തെ കാണുവാനിടയായി. ഇരുട്ടു വ്യാപിക്കാൻ തുടങ്ങിയപ്പോൾ സമീപത്ത് ഒരു കൃഷിവലൻ അവന്റെ കാവൽ മാടത്തിൽ നിന്ന് തീ കായുകയായിരുന്നു. മാടത്തിൽ നിന്നും ഒരു വിളക്ക് കത്തിച്ച് സ്ഥലവാസികൾ ബ്രഹ്മചാരിയുടെ മുൻപിൽ അർപ്പിച്ചു. അവിടെ അദ്ദേഹത്തിന് രാത്രി കഴിച്ചുകൂട്ടുന്നതിന് സൗകര്യമില്ലാതിരുന്നതിനാൽ നാട്ടുകാർ അദ്ദേഹത്തെ അവിടെ നിന്നും കിഴക്കോട്ട് ആനയിച്ച് ഇന്ന് കീഴ്തൃക്കോവിൽ സ്ഥിതി ചെയ്യുന്ന സ്ഥലത്തെത്തിച്ചു. ബ്രഹ്മചാരി ആ സ്ഥലത്തിന്റെ തെക്കുഭാഗത്ത് വിശ്രമിച്ചു. ഇളനീരും പഴങ്ങളും കൊണ്ട് നാട്ടുകാർ അദ്ദേഹത്തെ ഉപചരിച്ചു. നദിക്കടുത്തുള്ള ആ സ്ഥലം ഒരു താണപ്രദേശമായിരുന്നു. വെള്ളപ്പൊക്കമുണ്ടാകുമ്പോൾ അവിടം വാസയോഗ്യമല്ല എന്ന് ആ വടു മനസ്സിലാക്കി. രാത്രി അസമയമായതിനാൽ നാട്ടുകാർക്ക് അവിടം വിടുന്നതിന് അദ്ദേഹം അനുമതി നൽകുകയും ധ്യാനലീനനായി ഏതാനും സമയം അവിടെ കഴിക്കുകയും ചെയ്തു. ആ ഭാഗം അത്ഭുതശക്തിയാൽ അദ്ദേഹം സ്വന്തം ഭൂതഗണങ്ങളെക്കൊണ്ട് വടക്കേ കരയിൽ നിന്നും മണ്ണു ചുവപ്പിച്ച് കൊണ്ടുവന്നുയർത്തി. ആ ബ്രഹ്മചാരി വാസ്തവത്തിൽ ഭഗവാൻ പാർത്ഥസാരഥിയായിരുന്നു. ക്ഷേത്രമിരിക്കുന്ന സ്ഥലം ബ്രാലബ്രഹ്മചാരി ആറന്മുള വന്ന ദിവസം രാത്രിയിൽ ഭൂതങ്ങൾ മണ്ണിട്ടു പോകുകയും അന്നു രാത്രി തന്നെ അവർ പ്രസ്തുത ക്ഷേത്രം നിർമ്മിക്കുകയും ചെയ്തു. പ്രതിഷ്ഠ നടത്തിയത് ഭൂമിദേവിയായിരുന്നു. ഭഗവാൻ 6 മുള കെട്ടിയ ചങ്ങാടത്തിൽ വന്നത് കാരണം ആ പ്രദേശത്തിനും ക്ഷേത്രത്തിനും ആറന്മുള എന്ന പേര് സിദ്ധിച്ചു. നിലയ്ക്കലുള്ള ബിംബം ഭൂമിദേവി ആറന്മുളയിൽ പ്രതിഷ്ഠിച്ച രാത്രിയിൽ ഊരാൺമക്കാർക്കും അവിടെ നിവസിച്ചിരുന്ന ഭക്തജനങ്ങൾക്കും ഉണ്ടായ സ്വപ്നമനുസരിച്ച് അടുത്ത ദിവസം എല്ലാവരും നിലയ്ക്കൽ നിന്നും ആറന്മുളയ്ക്ക് വന്നു ചേർന്ന് ക്ഷേത്രത്തിൽ വിധിപ്രകാരം പൂജാ നിവേദ്യാദികൾ മുടക്കം വരാതെ നടത്തി. അവരിൽ മിക്കവരും പിന്നീട് ആറന്മുളയിൽ സ്ഥിരതാമസമാക്കി. ആറന്മുളയിൽ നിന്നും 6 മൈൽ കിഴക്ക് കാട്ടൂർ എന്ന ഗ്രാമത്തിൽ മങ്ങാട്ടില്ലത്ത് മഹാഭക്തനായ ഒരു ഭട്ടതിരിയുണ്ടായിരുന്നു. അദ്ദേഹം എല്ലാ തിരുവോണത്തിനും ബ്രാഹ്മണരെ കാൽ കഴുകി ചൂട്ടുകയും അവർക്ക് പ്രതിഗ്രഹം കൊടുക്കുകയും ചെയ്തു വന്നു. ഒരു ചിങ്ങമാസത്തിൽ തിരുവോണത്തിന് ഉച്ചയായിട്ടും ബ്രാഹ്മണരെ ആരെയും കിട്ടിയില്ല. പട്ടേരി താടിക്ക് കൈയും കൊടുത്ത് വിഷണ്ണനായി വഴിക്കണ്ണും നട്ട് തിണ്ണയിലിരുന്നു. അപ്പോൾ ദൈവവശാൽ ഒരു മഹാബ്രാഹ്മണൻ അവിടെ എത്തി. പട്ടേരിക്ക് വലിയ സന്തോഷമായി. കാലുകഴുകി ചൂട്ടും പൂജയുമെല്ലാം വെടിപ്പായി നടന്നു. ആ ബ്രാഹ്മണൻ പോകാൻ നേരത്ത് പട്ടേരി ഇങ്ങനെ പറഞ്ഞു: പറ്റുമെങ്കിൽ അടുത്ത ചിങ്ങമാസത്തിൽ തിരുവോണത്തിനും അവിടുന്ന് കാലുകഴുകി ചൂട്ടിന് വരണം. സാധിക്കുമെന്ന് തോന്നുന്നില്ല, വലിയ ബദ്ധപ്പാടാണ്. ആറന്മുള ക്ഷേത്രത്തിൽ വന്നാൽ ഞാൻ അവിടെ കാണും. ശ്രീഹരിയായിരുന്നു ആ വിശിഷ്ട ബ്രാഹ്മണനെന്ന് പട്ടേരിക്ക് പിന്നീട് സ്വപ്നമുണ്ടായി. അടുത്ത വർഷം ചിങ്ങമാസത്തിൽ ഉത്രാട രാത്രിയിൽ 51 പറ ഉണക്കലരിയും അതിനുവേണ്ട കോപ്പും രാവിലെ നട തുറക്കുന്നതു മുതൽ അടയ്ക്കുന്നതുവരെയുള്ള പൂജയ്ക്ക് വേണ്ട സംഭാരങ്ങളുമായി പട്ടേരി ആറന്മുളയ്ക്ക് തിരിച്ചു. തിരുവോണപ്പുലരിക്ക് അവിടെ എത്തി. അന്ന് അമ്പലത്തിലെ ചെലവ് മുഴുവൻ പട്ടേരി നടത്തി. ആറന്മുളയ്ക്ക് പൂജയ്ക്ക് ആവശ്യമുള്ള സംഭാരങ്ങളുമായി പട്ടേരി പുറപ്പെട്ട തോണിക്ക് തിരുവോണ ചെലവു തോണി എന്ന പേര് സിദ്ധിച്ചു. ശത്രുക്കളുടെ ആക്രമണം തടയുന്നതിനു വേണ്ടി പിന്നീട് ചില വള്ളങ്ങൾ തിരുവോണ ചെലവു തോണിയെ അകമ്പടി സേവിച്ചു. കാലാന്തരത്തിൽ അവ ചുണ്ടൻ വള്ളങ്ങളായി മാറി. നെടുമ്പ്രയാർ കരക്കാരാണ് ആദ്യമായി അകമ്പടിക്ക് വേണ്ടി ഒരു ചുണ്ടൻ വള്ളം നിർമ്മിച്ചത്. ആക്രമണ ഭീതി ഇല്ലാതായപ്പോൾ തിരുവോണത്തോണിയെ അകമ്പടി സേവിച്ച കളിവള്ളങ്ങൾ ഒന്നുചേർന്ന് ഉത്രിട്ടാതി വള്ളം കളി ആരംഭിച്ചു. ആറാം ദിവസത്തെ ഗരുഡവാഹനം എഴുന്നള്ളിപ്പിനാണ് ഇവിടെ ഏറെ പ്രാധാന്യം. അന്നു രാത്രി അത്താഴ ശീവേലിക്ക് പാർത്ഥസാരഥി സർവാലങ്കാര ഭൂഷിതനായി ഗരുഡവാഹനത്തിൽ എഴുന്നള്ളി തെക്കേ നടയിൽ വരുമ്പോഴുള്ള കാഴ്ച ഭക്തി നിർഭരമാണ്. കൃഷ്ണ ഹരേ ജയ കൃഷ്ണ ഹരേ
कृष्ण हरे जय कृष्ण हरे कृष्ण हरे जय कृष्ण हरे कृष्ण हरे जय कृष्ण. ആറന്മുളയിലെത്തി പാർത്ഥസാരഥിയായ ശ്രീകൃഷ്ണസ്വാമിയെ കണ്ടുവണങ്ങി ഭക്തിയുടെ തിരുവോണ സദ്യയുണ്ട് മടങ്ങുന്ന ഭക്തന്റെ ഉള്ളിൽ മുഴങ്ങുന്നത് ആ ശംഖുലി തന്നെയാണ്. മനസ്സിന് നമ്മുടെ മിത്രമാകാനും ശത്രുവാകാനും കഴിയും. ഒരിക്കലും സ്വന്തം മനസ്സിനെ ശത്രുവാക്കരുത്. മനസ്സ് നമ്മോട് പൊരുത്തപ്പെടുന്നില്ലെങ്കിൽ ജീവിതം പരാജയമായി തീരും. ചിലർ പറയുന്നത് കേൾക്കാം, മനസ്സില്ല മനസ്സോടെയാണ് ചെയ്തത് എന്ന്. മനസ്സിനിഷ്ടമല്ലാത്തത് ചെയ്യരുത്. മനസ്സിന് തൃപ്തിയുള്ള കാര്യങ്ങൾ മാത്രം ചെയ്യുക. ഇന്നത്തെ സന്ധ്യാദീപം ഇവിടെ അവസാനിക്കുന്നു. ഏവർക്കും നന്ദി.